എല്ലാവർക്കും നമസ്കാരം. ജെ.സി.എഫ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന ഈ പുതിയ വിവരണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചു പേർക്കെങ്കിലും ഒരു പേടി സ്വപ്നമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്: വെബ് ഹോസ്റ്റിംഗ്. ഹോസ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സാങ്കേതിക പദങ്ങൾ മനസ്സിലേക്ക് വരുമല്ലേ? പക്ഷേ യാതൊരു ടെൻഷനും വേണ്ട. ഈ ഗൈഡിലൂടെ വെബ് ഹോസ്റ്റിംഗിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ സ്വന്തമായ വളരെ മനോഹരമായൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി, എന്നിട്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മാത്രം സേവ് ചെയ്തു വെച്ചു എന്ന് കരുതുക. അത് ലോകത്തുള്ള മറ്റാർക്കെങ്കിലും കാണാൻ കഴിയുമോ? ഇല്ല, തീർച്ചയായും കഴിയില്ല. ഇതെങ്ങനെയുണ്ടെന്നറിയാമോ? ലക്ഷങ്ങൾ മുടക്കി വളരെ മനോഹരമായൊരു കട ഡിസൈൻ ചെയ്തിട്ട് ആരും വരാപ്പ നിങ്ങളുടെ സ്വന്തം വീടിന്റെ ബേസ്മെന്റിൽ അത് പൂട്ടിയിടുന്നതുപോലെയാണ്. ആ കട ലോകം മുഴുവൻ കാണണമെങ്കിൽ അവർക്ക് വന്നു പോകാൻ പറ്റുന്നൊരു പൊതുവായ സ്ഥലം അതിനാവശ്യമാണല്ലേ? ഇന്നത്തെ നമ്മുടെ അജണ്ട വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം, എന്താണ് ഈ വെബ് ഹോസ്റ്റിംഗ് എന്ന് നോക്കാം. രണ്ടാമതായി, പലതരം ഹോസ്റ്റിംഗുകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം. മൂന്നാമതായി, ഹോസ്റ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവസാനമായി, മികച്ച പ്ലാനുകൾ ഏതൊക്കെയെന്നും നമുക്ക് നോക്കാം. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഭാഗം, എന്താണ് വെബ് ഹോസ്റ്റിംഗ്? ഈ ഡിജിറ്റൽ ആശയം എന്താണെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു കടയാണെന്ന് സങ്കൽപ്പിക്കുക. ഈ കടയ്ക്കിരിക്കാൻ കുറച്ച് സ്ഥലം വേണമല്ലോ. ആ സ്ഥലമാണ് ശരിക്കും ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിലെ ഫയലുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയൊക്കെ സൂക്ഷിക്കുന്ന ഓൺലൈൻ സ്പേസ്. ഹോസ്റ്റിംഗ് കമ്പനികൾ അവരുടെ വലിയ വലിയ കമ്പ്യൂട്ടറുകളിൽ അഥവാ സെർവറുകളിൽ ഇതിനുള്ള ഇടം നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ പിന്നെ ഡൊമെയിൻ നെയിം എന്താണ്? ആളുകൾക്ക് ഈ കടയിലേക്ക് എത്തിച്ചേരാനുള്ള മേൽവിലാസമാണ് ഡൊമെയിൻ നെയിം. ഉദാഹരണത്തിന് mybusiness.com എന്ന് പറയുന്നത് പോലെ. വളരെ സിമ്പിളല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ഹോസ്റ്റിംഗ് തരങ്ങൾ. റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ പലതരം കെട്ടിടങ്ങൾ കാണാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിന്റെ വലുപ്പമനുസരിച്ച് പലതരം ഹോസ്റ്റിംഗ് സ്പേസുകളും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതിലാദ്യം വരുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. ഇതൊരു വലിയ തിരക്കേറിയ മാളിൽ ഒരു ചെറിയ കടമുറി വാടകയ്ക്ക് എടുക്കുന്നത് പോലെയാണെന്ന് പറയാം. തുടക്കക്കാർക്കും ചെറിയ ബ്ലോഗുകൾക്കും ഇത് സൂപ്പർ ചോയ്സാണ്. എന്തുകൊണ്ടെന്നാൽ ചിലവ് വളരെ കുറവാണ്, എളുപ്പത്തിൽ സെറ്റപ്പ് ചെയ്യാനും പറ്റും. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു സെർവർ തന്നെ പല വെബ്സൈറ്റുകൾ പങ്കിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ പെട്ടെന്ന് സന്ദർശകരുടെ എണ്ണം കൂടിയാൽ സൈറ്റിന്റെ സ്പീഡ് അല്പം കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ ബിസിനസ് കുറച്ചുകൂടി വലുതാകുമ്പോഴോ? അവിടെയാണ് VPS അഥവാ വെർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ് വരുന്നത്. ഇതൊരു വലിയ കെട്ടിടത്തിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു പ്രൈവറ്റ് സ്റ്റോർ ഫ്രണ്ട് വാടകയ്ക്കെടുക്കുന്നതിന് തുല്യമാണ്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായ റിസോഴ്സുകൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ലഭിക്കുന്നു. മികച്ച സ്പീഡും നല്ല സുരക്ഷയുമൊക്കെ കിട്ടുമെങ്കിലും ഷെയർഡ് ഹോസ്റ്റിംഗിനേക്കാൾ ഇതിന് ചിലവ് കുറച്ചു കൂടുതലായിരിക്കും. ഇടത്തരം ട്രാഫിക്കുള്ള വെബ്സൈറ്റുകൾക്കാണ് ഇത് ഏറ്റവും ബെസ്റ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ക്ലൗഡ് ഹോസ്റ്റിംഗ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ? വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് ഒന്നിലധികം സെർവറുകളിലായിരിക്കും. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ ബിസിനസ് വെബ്സൈറ്റ് ഒരിക്കലും പൂർണ്ണമായി ഓഫ്ലൈൻ ആകുന്നില്ല. ഉയർന്ന അപ് ടൈമും ട്രാഫിക്കിനനുസരിച്ച് എളുപ്പത്തിൽ സ്കെയിൽ ചെയ്യാനുള്ള സൗകര്യമുള്ളതുകൊണ്ട് ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾക്കും വലിയ ബിസിനസ്സുകൾക്കും ഇതൊരു മികച്ച ഓപ്ഷനാണ്. അവസാനമായി, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ഇത് പൂർണ്ണമായും നിങ്ങൾക്ക് സ്വന്തമായുള്ളൊരു വലിയ കോർപ്പറേറ്റ് കെട്ടിടം പോലെയാണ്. ആലോചിച്ചു നോക്കൂ, മുഴുവൻ സെർവറും നിങ്ങളുടെ വെബ്സൈറ്റിന് മാത്രമായി ലഭിക്കുന്നു. പരമാവധി വേഗത, ഏറ്റവും ഉയർന്ന സുരക്ഷ, പൂർണ്ണ നിയന്ത്രണം, ഇതെല്ലാം ഇതിന്റെ എക്സ്ക്ലൂസീവ് ഫീച്ചറുകളാണ്. എന്നാൽ വലിയ ട്രാഫിക്കുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക് മാത്രം ആവശ്യമുള്ള ഈ സംവിധാനത്തിന് വലിയൊരു തുക തന്നെ നമ്മൾ ചെലവാക്കേണ്ടി വരും. ഇനി മൂന്നാമത്തെ ഭാഗം, ഹോസ്റ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇതിൽ യാതൊരു കോംപ്രമൈസും പാടില്ല. അതാണ് SSL സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ വെബ്സൈറ്റിന്റെ സുരക്ഷയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. ഗൂഗിളിൽ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈറ്റ് മുന്നിൽ വരണമെന്നും ഗൂഗിൾ നിങ്ങളുടെ സൈറ്റിനെ വിശ്വസിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ SSL നൽകുന്നൊരു ഹോസ്റ്റിംഗ് തന്നെ നിങ്ങൾ നിർബന്ധമായും തിരഞ്ഞെടുക്കണം. അതാണ് ആ HTTPS കണക്ഷൻ നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് സ്റ്റോറേജ് ആണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. പഴയ തരം HDD ഡ്രൈവുകൾ ഉപയോഗിക്കുന്ന ഹോസ്റ്റിംഗ് ആണെങ്കിൽ അത് വേണ്ടെന്ന് തന്നെ വയ്ക്കുക. പകരം ആധുനിക സാങ്കേതിക വിദ്യയായ NVMe അല്ലെങ്കിൽ SSD സ്റ്റോറേജ് നൽകുന്നവ തിരഞ്ഞെടുക്കുക. കാരണം മറ്റൊന്നുമല്ല, വെബ്സൈറ്റിന്റെ ലോഡിംഗ് സ്പീഡ്. പഴയ ഡ്രൈവുകളെ അപേക്ഷിച്ച് സ്പീഡിന്റെ കാര്യത്തിൽ NVMe ആണ് ഏറ്റവും ബെസ്റ്റ്. ഇത് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ വേഗത ശരിക്കും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ വർദ്ധിപ്പിക്കും. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ വെബ്സൈറ്റ് എപ്പോഴും ലൈവായിരിക്കണം, അല്ലേ? അതിന് 99.99% അപ് ടൈം ഗ്യാരണ്ടി നൽകുന്ന പ്രൊവൈഡർ ആണോ എന്ന് ഉറപ്പാക്കണം.
വെബ്സൈറ്റ് ഇടയ്ക്കിടെ പണിമുടക്കുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. പിന്നെ ടെക്നിക്കൽ കാര്യങ്ങളല്ലേ, എപ്പോഴാണ് പണി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തു പ്രശ്നം വന്നാലും ഉടനടി പരിഹാരം കാണാൻ 24x7 കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടെന്നും ഉറപ്പുവരുത്തണം. ഇത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഭാഗം 4. മികച്ച ഹോസ്റ്റിംഗ് പ്ലാനുകൾ. ബഡ്ജറ്റിലൊതുങ്ങുന്ന ചില മികച്ച ചോയ്സുകൾ നമുക്കിനി പരിശോധിക്കാം. സ്ക്രീനിലെ ഈയൊരു സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചേ. വെറും $2.28. യാതൊരു തമാശയുമല്ല. വെറും $2.28 പ്രതിമാസ നിരക്കിൽ നിങ്ങൾക്കൊരു മികച്ച വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് കോംബോ സ്വന്തമാക്കാൻ കഴിയും. ഒരു ഡിജിറ്റൽ ഷോപ്പ് തുടങ്ങുകയെന്നത് ഇന്നത്തെ കാലത്ത് എത്രമാത്രം എളുപ്പവും ചിലവ് കുറഞ്ഞതുമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വലിയ മുതൽമുടക്കൊന്നും ആവശ്യമില്ല. 2026 ചില മികച്ച പ്രൊവൈഡർമാരെ ഞാൻ പരിചയപ്പെടുത്താം. തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഹോസ്റ്റിംഗറാണ്. കുറച്ചുകൂടി പ്രൊഫഷണലായ ബിസിനസ് സൈറ്റുകൾക്ക് സൈറ്റ് ഗ്രൗണ്ട് നോക്കാം. ഇനി ഏറ്റവും കുറഞ്ഞ ചെലവാണ് ലക്ഷ്യമെങ്കിൽ ഡ്രീം ഹോസ്റ്റുണ്ട്. ഡൊമെയിനും ഹോസ്റ്റിംഗും ഒന്നിച്ച് കോംബോ ആയിട്ടെടുക്കാൻ നെയിംചീപ്പും മികച്ചതാണ്. ഇതൊന്നുമല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ബേസിക് ആണെങ്കിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് മാത്രം ഉപയോഗിച്ച് തികച്ചും സൗജന്യമായി ചെയ്യാവുന്ന ഓപ്ഷനുകളും ഇന്ന് ലഭ്യമാണ് കേട്ടോ. ഇതൊരു പെർഫെക്റ്റ് ചീറ്റ് ഷീറ്റാണ് കേട്ടോ. ഇതിലൊന്ന് കണ്ണോടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും. ഒരു പേഴ്സണൽ ബ്ലോഗാണ് തുടങ്ങുന്നതെങ്കിൽ ഷെയർഡ് ഹോസ്റ്റിംഗ് ധൈര്യമായി എടുക്കാം. അതൊരു ചെറുകിട ബിസിനസ് ആണെങ്കിൽ ഷെയർഡ് അല്ലെങ്കിൽ ക്ലൗഡ് ഹോസ്റ്റിംഗ് നോക്കാവുന്നതാണ്. ഇനി ട്രാഫിക് കൂടിക്കൊണ്ടിരിക്കുന്ന വളരുന്ന സൈറ്റുകൾക്ക് VPS തന്നെ വേണം. എന്നാൽ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിക്ക് ഒരു സംശയവും വേണ്ട, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് തന്നെയാണ് ശരിയായ ചോയ്സ്. അപ്പോൾ ഒരു വലിയ ചോദ്യം ഞാൻ നിങ്ങളിലേക്ക് തന്നെ വിടുകയാണ്. നിങ്ങളുടെ സംരംഭത്തിന് അനുയോജ്യമായ ഹോസ്റ്റിംഗ് ഇതിൽ ഏതാണ്? നിങ്ങളുടെ ആവശ്യകതകളും ബഡ്ജറ്റും കൃത്യമായി മനസ്സിലാക്കി വളരെ എളുപ്പത്തിൽ ഡിജിറ്റൽ ലോകത്തേക്ക് കാൽവയ്ക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. JCF അസോസിയേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ച ഈ വിവരണം തീർച്ചയായും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ ആ സ്വപ്ന ഡിജിറ്റൽ യാത്ര തുടങ്ങാൻ ഏത് സ്പേസ് ആകും നിങ്ങൾ സ്വന്തമാക്കുക? നിങ്ങളുടെ വെബ്സൈറ്റ് യാത്ര വളരെ മികച്ചതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും കാണാം.